തിരുവനന്തപുരം കല്ലടിമുഖത്തെ വൃദ്ധസദനത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 2 ജീവനക്കാർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലെ സ്ഥാപനത്തിലാണ് അപകടം. പരിക്കേറ്റ ജീവനക്കാരായ മായ, രാജീവ് എന്നിവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. RB സനൂപ് ചേരുന്നു. സനൂപ്, എങ്ങനെയാണ് അപകടം? പരിക്കേറ്റവരുടെ സ്ഥിതി എന്താണ്? ധന്യ, ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരത്ത് കല്ലടിമുഖത്ത് അവിടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കീഴിലുള്ള വൃദ്ധസദനമുണ്ട്, സായാഹ്നം എന്നാണ് പേര്. അവിടെയാണ് അപകടമുണ്ടായത്. ഗ്യാസ് സിലിണ്ടർ മാറ്റിവെക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് ലീക്കായി തീപിടിക്കുകയായിരുന്നു. അപ്പോൾ ജീവനക്കാർ അവിടെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. അതിൽ 2 പേർക്കാണ് പരിക്കേറ്റത്. 39 വയസ്സുള്ള മായ എന്ന സ്ത്രീക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ അരയ്ക്ക് ഭാഗത്ത് താഴോട്ടായിട്ടാണ് പരിക്ക് പറ്റിയത്. 18% പൊള്ളലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനോടൊപ്പം തന്നെ രാജീവ്, 30 വയസ്സുള്ള രാജീവ് എന്ന ഒരു ജീവനക്കാരന്റെ കയ്യിലും കാലിലും പൊള്ളലേറ്റിട്ടുണ്ട്. ഇത് 10% പൊള്ളലാണ് ഉണ്ടായിട്ടുള്ളത്. ഇവരെ 2 പേരെയും ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള 41 അന്തേവാസികൾ ഇവിടെ ഉണ്ട്. അവർക്കാർക്കും തന്നെ പരിക്കൊന്നും പറ്റിയിട്ടില്ല. എല്ലാവരും സുരക്ഷിതരാണ്. ഈ അപകടം ഉണ്ടായ സമയത്ത് തന്നെ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് ഇവരെല്ലാം രക്ഷപ്പെടുത്തുകയായിരുന്നു. ധന്യ. ശരി സനൂപ്.